നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. LPG സിലിണ്ടറുകൾ ലഭ്യമല്ല, അതുകൊണ്ട് ഹോട്ടലുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് വീടുകളിൽ കുക്കിംഗ് ഒക്കെ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് വിറകടുപ്പിൻ്റെ പുറകെ ഓടി നടന്ന് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു അവസരമാണ്. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഏറ്റവും പുതിയ സൂര്യ നൂതൻ എന്ന് പറയുന്ന സോളാർ ഇൻഡക്ഷൻ കുക്കർ. ഇതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് വാങ്ങാൻ പറ്റുന്നത്, എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ പ്രൈസ് എത്രയാണ്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും പുറത്തിറക്കിയിരിക്കുന്ന സൂര്യ നൂതൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ സോളാർ ഇൻഡക്ഷൻ കുക്കർ. ഇത് വെറും ഒരു സോളാർ കുക്കറല്ല. ഇത് നമ്മളുടെ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ കുക്കർ പോലെ തന്നെ നമ്മൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് കറണ്ടിലല്ല പ്രവർത്തിക്കുന്നത്, ഇത് സോളാർ ഉപയോഗിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. സാധാരണ നമ്മൾ സോളാർ ഇൻഡക്ഷൻ കുക്കർ എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് വെയിലത്ത് കൊണ്ടുവച്ച് ഭക്ഷണം പാചകം ചെയ്യുന്ന കാര്യമായിരിക്കും. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇതിനൊരു സോളാർ പാനലുണ്ട്. ഈ പാനൽ നമ്മളുടെ വീടിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ടെറസ് ഭാഗത്ത് എവിടെയെങ്കിലും വെയിലുള്ളിടത്ത് ഇത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു പൈപ്പ് ലൈൻ നമ്മുടെ അടുക്കളയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സാധാരണ അടുക്കളയിൽ തന്നെ നമുക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നിടത്ത് ഇത് ഭക്ഷണം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇത് രാത്രിയിലും പകലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഈ ഇൻഡക്ഷൻ കുക്കർ നമുക്ക് സാധാരണ ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മളുടെ അടുക്കളയിൽ വെച്ച് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നിന്ന് ഷോക്ക് കേൾക്കുന്ന കാര്യമോ ഒന്നും നിങ്ങൾ പേടിക്കണ്ട. അങ്ങനെ ഷോക്ക് കേൾക്കുന്ന സംവിധാനം ഒന്നുമില്ല. പിന്നെ തീയുമില്ല, അതുപോലെ തന്നെ പുകയും ഇതിൽ നിന്ന് വരത്തില്ല. അതുകൊണ്ട് പാത്രങ്ങളൊന്നും കരിഞ്ഞു പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ നിന്ന് നടക്കത്തില്ല. പിന്നെ നമ്മളിത് ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 വർഷത്തേന് നമുക്ക് യാതൊരുവിധ ചെലവുകളും ഇതിൽ നിന്ന് ഉണ്ടാകത്തില്ല. 10 വർഷത്തെ ഗ്യാരണ്ടിയാണ് ഇതിനുള്ളത്. നമ്മൾ സാധാരണ ഗ്യാസ് സ്റ്റവ് വീടുകളിൽ വെച്ച് കഴിയുമ്പോൾ അതിൽ ലീക്കേജ് പ്രശ്നങ്ങൾ, തീ പിടിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇതിന് അതൊന്നും തന്നെ ഉണ്ടാകത്തില്ല. വളരെയധികം സുരക്ഷിതമായിട്ടുള്ള ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. ഇനി ഇത് ഉപയോഗിക്കാൻ നമുക്ക് സാധാരണപ്പെട്ട വീടുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒന്നാണ്. സാധാരണപ്പെട്ടവരെ ഉദ്ദേശിച്ച് തന്നെയാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. സാധാരണ ഗ്രാമപ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ വിറക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ കറണ്ട് പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ ഇവർക്കൊക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. വളരെയധികം സുരക്ഷിതമായിട്ടുള്ള ഒന്നാണ്. പിന്നെ ഇത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാമല്ലോ, ഇന്ത്യൻ്റെ സിലിണ്ടറുകളാണ് മിക്കവരും ഉപയോഗിക്കുന്നത്. അതേ കമ്പനിയുടെ തന്നെയാണ്, അതേ ഓഫീസിൽ തന്നെയാണ് നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഇതിന് അപേക്ഷ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. ഓഫ്ലൈനായിട്ട് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ, നിങ്ങൾ ഗ്യാസ് എടുത്തിരിക്കുന്ന നിങ്ങളുടെ ഗ്യാസ് ബുക്ക് ഏത് ഏജൻസിയാണോ ഉള്ളത് ആ ഏജൻസി വഴിയാണ് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ ഇൻഡക്ഷൻ കുക്കർ അതിനെപ്പറ്റി അവരോട് പറഞ്ഞു കഴിയുമ്പോൾ അവരത് അപ്ലൈ ചെയ്ത് തരും. ഇനി ഓൺലൈനായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തോ കമൻറ്റ് ബോക്സിനകത്തോ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ ആ ഒരു ലിങ്കിലോട്ട് ഡയറക്റ്റ് നിങ്ങൾ ആ ഒരു പേജിലോട്ടാണ് പോകുന്നത്. അവിടെ നിങ്ങളുടെ വിവരങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. കോൺടാക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും പറയുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് പറയുന്നത്, ഇതിൻ്റെ ഏകദേശം പ്രൈസ്, സ്റ്റാർട്ടിങ് പ്രൈസ് പറയുന്ന ഒരു 12,000 തൊട്ടുള്ളതാണ്. ഇതൊരു സബ്സിഡി കഴിഞ്ഞുള്ള റേറ്റാണ് ഈ പറയുന്നത്. 12,000 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതിന് മുകളിലോട്ടാണ് തുകകൾ വരുന്നത്. അത് ഓരോരുത്തർക്ക് പറ്റുന്ന അനുസരിച്ചിരിക്കും അത് മേടിക്കേണ്ടത്. ഒരു സ്റ്റവ് ഉണ്ട്, 2 അടുപ്പുണ്ട്, അങ്ങനെ 3-4 ഇത് അങ്ങനെ അനുസരിച്ചുള്ള അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അവർ കോൺടാക്റ്റ് ചെയ്യും നിങ്ങളെ. പിന്നെ നമ്മൾ സൂര്യ നൂതൻ എന്ന് പറയുന്ന സോളാർ ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ഗ്യാസ് സ്റ്റവ് ഒരു 1-2 കൊല്ലം മേടിക്കുന്ന തുക നമ്മളിപ്പോൾ ഒരുമിച്ച് മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്നത് മുഴുവൻ ലാഭമാണ്. ഇനിയിപ്പം ഗ്യാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഒരെണ്ണം അപ്ലൈ ചെയ്ത് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്. നമുക്ക് കൂടുതലും കാര്യങ്ങൾ ഇനി നടക്കും. ഇവർ പറയുന്നത് രാത്രിയിലും പകലും തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ്. അതിൽ ചാർജ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ബാറ്ററി സംവിധാനങ്ങളുള്ള മോഡലുകളൊക്കെ ഉണ്ട്. ഇനി അതല്ല, സാധാരണ പകൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണെങ്കിൽ തന്നെ നിങ്ങൾ ഒരെണ്ണം എടുത്ത് വെക്കുവാണെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് നിങ്ങൾക്ക് പകുതിയോളം ലാഭിക്കാൻ പറ്റും. പകുതി കുക്കിങ്ങുകൾ പകൽ ഇതിൽ നടത്തി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ലാഭം കിട്ടും. ഇപ്പം അറിയാമല്ലോ, ഇപ്പം ഗ്യാസിൻ്റെ ഷോർട്ടേജ് ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ വിറകടുപ്പിൻ്റെ പുറകെയും അതുപോലെ തന്നെ പഴയ കുറ്റിയടുപ്പിൻ്റെ പുറകെയൊക്കെ നമ്മൾ പോകാൻ തുടങ്ങി, ഗ്യാസ് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം. ഇപ്പോൾ അറിയാമല്ലോ, ഹോട്ടലുകളെല്ലാം പൂട്ടിയിരിക്കുകയാണ്. ഇതുപോലുള്ള അവസരങ്ങളിലാണ് നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഒരു കാര്യങ്ങളിലേക്ക് ചിന്തിക്കേണ്ടത്. നമ്മൾ ഇലക്ട്രിക് സ്റ്റൗവിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, അതൊരു 1500 വാട്ട്സിന് മേളിലോട്ടാണ് എല്ലാ ഇൻഡക്ഷൻ കുക്കറുകളും. അതൊരു 1500, 2000, 3000 വാട്ട്സുകളൊക്കെയാണ്. ഈ 3000 വാട്ട്സ് നമ്മുടെ വീട്ടിൽ കുത്തി നിങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ അറിയാമല്ലോ എന്തുമാത്രം കറണ്ട് ബില്ലായിരിക്കും നിങ്ങൾ വരുന്നതെന്നുള്ളത്. ഇനിയിപ്പം സോളാർ പാനലുകൾ വെച്ച് KCBക്ക് കറണ്ട് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം പ്രയോജനം വരുമായിരിക്കും ഇൻഡക്ഷൻ കുക്കർ കൊണ്ട്. അല്ലാതെ നിങ്ങൾ ആരും ഇൻഡക്ഷൻ കുക്കർ വാങ്ങരുത്, അതിന് ഭയങ്കര കറണ്ട് ബില്ലാണ്. 1500 വാട്ട്സിന് മേളിലോട്ടാണ് ഓരോ ഇൻഡക്ഷൻ കുക്കറും. നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഒരു ഫ്രിഡ്ജ് എന്ന് പറയുന്നത് 1500 വാട്ട്സാണ്. അതിന് മേളിലോട്ടാണ് ഇൻഡക്ഷൻ കുക്കറിൻ്റെ വാട്ട്സ് വരുന്നത്. അപ്പോൾ അത്രയും വാട്ട്സ് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് കറണ്ട് ബില്ല് വളരെയധികം വർദ്ധിക്കും. നിങ്ങളതും പുതിയതായിട്ട് മേടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മേടിച്ച് ആദ്യത്തെ 1-2 മാസം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്കത് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ മേടിച്ച പൈസ വെറുതെ വേസ്റ്റായി പോകും. അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആരും അത് മേടിക്കരുത്. നിങ്ങൾ സോളാർ ഇൻഡക്ഷൻ കുക്കറെ നിങ്ങൾ വാങ്ങാവുള്ളൂ. നിങ്ങൾ കറണ്ടിൽ കുത്താവുന്ന സോളാറിൻ്റെ തന്നെ ഇതിൻ്റെ തന്നെ കറണ്ടിൽ കുത്താവുന്നതും സോളാറിൽ വർക്ക് ചെയ്യുന്നതും 2 തരം മോഡലുകളുണ്ട്. ഇവർക്ക് ഒത്തിരി പ്രോഡക്റ്റുകളുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് മേടിക്കാം. നമ്മുടെ ഗ്യാസ് സ്റ്റൗ എല്ലാം അറിയാമല്ലോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെയാണ്. നിങ്ങളുടെ ഗ്യാസ് ഏജൻസി തന്നെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് കാര്യങ്ങളുമെല്ലാം. സൂര്യ ന്യൂതൻ ആണ് ഇതിൻ്റെ പേര്. അവരോട് ചോദിച്ചു കഴിയുമ്പോൾ പറഞ്ഞു തരും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിടാം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതുകൊണ്ട് വളരെയധികം പ്രയോജനമുണ്ട്. ഒന്ന്, നമ്മുടെ വീട്ടിൽ ഗ്യാസ് ലീക്ക് ഉണ്ടാകത്തില്ല, അതുപോലെ തന്നെ തീ പിടിക്കത്തില്ല, നമ്മുടെ പാത്രങ്ങളൊക്കെ എപ്പോഴും ഭംഗിയായിട്ടിരിക്കും, കരി പിടിക്കത്തില്ല, അതുപോലെ തന്നെ പുകയില്ല. അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ ഇതുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഇത് ഒരെണ്ണമെങ്കിലും ഓർഡർ ചെയ്ത് മേടിക്കണം. ഇതിന് ഞാൻ പറഞ്ഞില്ല, സ്റ്റാർട്ടിങ് പ്രൈസ് ഒരു 12,000 തൊട്ടുള്ളതാണ് തുടങ്ങുന്നത്. അത് സബ്സിഡി കഴിഞ്ഞുള്ള റേറ്റാണ് അവരകത്ത് ഇട്ടിരിക്കുന്നത്. 12,000 തൊട്ട് മേളിലോട്ടാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ കൂടിയ മോഡലുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള മോഡൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഈ ഊർജ്ജ പ്രതിസന്ധികൾ ഇത് ഭാവിയിലാണെങ്കിലും നമ്മൾക്ക് തുടർന്നും മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നീടും നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇന്ധനത്തിൻ്റെ വില ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് കാരണം ഗ്യാസിൻ്റെ എല്ലാം വില കൂടും. ഇപ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മൾ ഈ ഹോട്ടലുകളൊക്കെ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് ഇപ്പം 195 രൂപയോളം കൂടി. പിന്നെ നമ്മൾ സാധാരണ കടകളിൽ നിന്ന് അല്ലെ പമ്പുകളിൽ നിന്ന് വാങ്ങുന്ന സിലിണ്ടർ ചെറിയ കുറ്റിയായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ 5 കിലോ ഫില്ല് ചെയ്ത് കിട്ടുന്ന സിലിണ്ടറുകളുണ്ട്. അതിനും 50 രൂപ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടർ മാത്രമേ ഉള്ളൂ വില കൂട്ടാത്തത്. പക്ഷേ അത് ഇപ്പം നമുക്കറിയാമല്ലോ, ഇലക്ഷനൊക്കെ കഴിയുമ്പം അതും കൂട്ടും. അന്നേരം നമുക്ക് ഇതൊക്കെ മേടിച്ച് വെക്കുന്നത് നമ്മുടെ ഒരു പ്രയോജനം കിട്ടും. പിന്നെ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്തിടാമെങ്കിൽ എത്ര നല്ലതാണ്. പിന്നെ ഭാവിയിൽ ഇതിനൊക്കെ വില കൂടും, സാധനങ്ങൾക്കെല്ലാം വില കൂടും. അതുകൊണ്ട് ഇപ്പോഴേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ അടുത്തുള്ള ഏജൻസിയിൽ പോയി ബുക്ക് ചെയ്തിടുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിടുക. അപ്പോൾ ഈ ഒരു വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ വീട്ടമ്മമാർക്കും നിങ്ങളുടെ അയൽവക്കക്കാർക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് പറയുക ഇതുപോലൊരു സംവിധാനമുണ്ട്, ഇത് മേടിക്കുവാൻ വേണ്ടിയുള്ള ഇത് നിങ്ങൾ അന്വേഷിച്ച്, നിങ്ങളെ വേറൊന്നും ചെയ്യേണ്ട, നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ പോയി നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അവിടെ ഇങ്ങനൊരു സംവിധാനമുണ്ട്. അപ്പോൾ ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഇത്. സൂര്യ ന്യൂതൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും. ബായ്.